ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വ്ളോഗൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേറ്റ് ഇന്ന് ശ്രീകുട്ടി സ്കൂളിൽ പോയിട്ടുണ്ട്. ഈ സ്കൂൾ തുറന്നതിന് ശേഷം പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാൻ ഇതായിട്ട് വന്നിട്ടില്ല. കാരണം നമ്മളൊന്ന് ആ റൂട്ടീനിലേക്ക് മാറി വരണ്ടേ. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല കേട്ടോ. രാവിലെ ഒരു തിരക്കും ഒക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ശ്രീകുട്ടിയേട്ടനും പോയതിന് ശേഷം ഞാനും നിധിയും മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പം അച്ഛൻ അവിടെയാണ് കേട്ടോ. അച്ഛൻ്റെ ഞങ്ങളെ വീട്ടിലുള്ളത്. അങ്ങനെ നിധിനെ എഴുന്നേൽപ്പിച്ചത് മുഖമൊക്കെ ഒന്ന് കഴുകിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളെ ഞാൻ ഇന്നും ഇതിപ്പോൾ ഒരു ശീലാക്കിയിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ മുഖവും വായൊക്കെ ഒന്ന് കഴിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയും കൂടി ഉള്ളത് ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നിധിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ തന്നെ ഇരുന്ന് കാണുകയാണ് കേട്ടോ. അപ്പോൾ നിധി അവിടെ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലോങ് വീഡിയോ ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെയാണ് കേട്ടോ ഇടാൻ പറ്റുന്നത്. അങ്ങനെ എപ്പോഴും ഇടാനൊന്നും കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് നിധിയൊക്കെ ഉള്ളതിനെ കൊണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഇഡ്ഡലിയും ഈ ഉരുളക്കിഴങ്ങിൻ്റെ കറിയാട്ടോ കൊടുത്തത്. ഞാൻ ഇപ്പോൾ കുറച്ച് കറിയൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആൾക്കിപ്പോൾ ഒരു വയസ്സാവാനായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് എരിവൊക്കെ ഏകദേശം ആൾ കൂട്ടിയൊക്കെ പഠിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഒന്ന് എരിവ് കുറച്ചിട്ടുണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ പോയിട്ട് നിധിനെ ഈ വാക്കറിലൊക്കെ ഇരുത്തി ഞാൻ ഒന്ന് മേലെഴുകി വന്നിട്ടുണ്ട്. റൂമിൽ തന്നെ ഉള്ള ബാത്റൂമിൽ നിന്ന് മേലെഴുകി വന്നതാണ്. അല്ലെങ്കിൽ പുറത്ത് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കഴിക്കണം. അപ്പോൾ ഞാൻ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ തന്നെ നടക്കും കേട്ടോ. അടുത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ കിച്ചണിൽ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അവിടെ എത്തും അപ്പം തന്നെ. പിന്നെ ഈ വാക്കറിലാണെങ്കിൽ പിന്നെ എൻ്റെ കൂടെ അകത്തും എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഓടി വരും. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് സമയം കളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആൾക്ക് ഏകദേശം ഉറക്കമൊക്കെ വന്നപ്പോൾ ഞാനൊന്ന് ഉറക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഫീഡ് ചെയ്തിട്ടൊക്കെ പിന്നെ ഞാൻ അങ്ങനെ ഉറക്കും. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എപ്പോഴും അതൊരു ശീലമാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ ഇങ്ങനെ എടുത്ത് നടക്കുമ്പോൾ ഉറങ്ങിക്കോളും. അപ്പോൾ ഞാൻ കിടത്തിയപ്പോൾ ആൾ എഴുന്നേറ്റിട്ടോ. അപ്പം എഴുന്നേറ്റ് പിന്നെ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്ത് ഏതായാലും ഇനിയിപ്പോൾ ബാക്കി ഉറങ്ങണ്ട, എൻ്റെ പണികളൊക്കെ എടുക്കട്ടെ വിചാരിച്ചിട്ട് ബാക്കി ഞാൻ തുണിയും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഉണ്ടാകുമ്പോൾ പിന്നെ അച്ഛൻ അങ്ങോട്ട് നിധിമോളെ നോക്കും. പിന്നെ ഞാനപ്പോൾ എൻ്റെ പണിയെടുക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ ആരും ഇല്ലല്ലോ, ഞാനും നിധി മാത്രമല്ലേ ഉള്ളൂ. ശ്രീകുട്ടിക്ക് സ്കൂൾ തുറന്നതിന് ശേഷം പിന്നെ ശ്രീകുട്ടീനെ പിന്നെ ഇനിയിപ്പോൾ ഒന്നിനും കിട്ടില്ല. 8ാം ക്ലാസ്സിലേക്കായി. അപ്പോൾ പിന്നെ ഒരുപാട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ തുടയ്ക്കുന്നൊന്നുമില്ല. തുടയ്ക്കലൊക്കെ പിന്നെ ശ്രീകുട്ടി വൈകുന്നേരമൊക്കെ വന്നിട്ടാണ് തുടയ്ക്കാറ്. അല്ലെങ്കിൽ പകൽ തുടയ്ക്കുമ്പോൾ ഈ നിധി ഇങ്ങനെ കളിക്കുന്നതുകൊണ്ട് പിന്നെ എനിക്ക് തുടയ്ക്കാനൊന്നും കഴിയില്ല. പിന്നെ ഈ വാക്കറിൽ ഇട്ടുകൊണ്ടാണ് കേട്ടോ പിന്നെ ആളിങ്ങനെ എൻ്റെ കൂടെ തന്നെ നടക്കുന്നത്. ഇതിപ്പോൾ ഒരു പഴയ വാക്കറാണ് കേട്ടോ. നമ്മൾ വാക്കർ വേറെ വാങ്ങിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അടിച്ചൊക്കെ വായുണ്ട്. ആളെപ്പോഴും ഇങ്ങനെ താഴേന്നൊക്കെ കളിക്കുന്നതിനെ കൊണ്ട് എന്നും അടിച്ചു വാരണ ഇപ്പോൾ ഓരോന്നും ഇങ്ങനെ പെറുക്കി വായിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ അടിച്ചു വാരിയെങ്കിലും ഇടും കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിപ്പിക്കുകയാണ്. അതൊക്കെ ആൾക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡ് കൊടുക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയും പിന്നെ പപ്പടമാണ് കേട്ടോ കൊടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്, ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇന്ന് അത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതും ഫുഡും കഴിച്ച് പിന്നെ ആളിത് എപ്പോഴും ഉറങ്ങിയിട്ടൊന്നുമില്ല, നല്ല കളിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് ഉറക്കിക്കാളാന്ന്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞാൽ കളിച്ചേരം ഉറങ്ങിട്ടോ. പിന്നെ എനിക്കൊരു വീഡിയോ എടുക്കാണ്ട് നമ്മളെ നീലാബായി പ്രജില എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ അതിലേക്ക് വീഡിയോ എടുത്ത് പിന്നെ ശ്രീകുട്ടി വൈകുന്നേരം വന്നതിൻ്റെ ശേഷം പപ്പേൻ്റെ കൂടെ പുറത്തേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.